ചെലവില് പല യൂണിവേഴ്സിറ്റിയിലും പഠിക്കാം വെളിയില്. അപ്പൊ ഈ കുറഞ്ഞ ചെലവിൽ പോയി പഠിക്കുന്നോണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും? ഒരു ദോഷവും ഇല്ല. അതൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ് കുട്ടി. ഒന്നാമത്തെ കേസ്, നമുക്ക് അഫോർഡബിൾ ആണോ? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞൊരു കേസ്. ഇപ്പം ബാച്ചിലേഴ്സ് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുടക്കുന്ന ട്യൂഷൻ ഫീ എന്ന് പറയുന്ന പല പ്രൈവറ്റ് കോളേജിലും ഡൊണേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലിവിംഗ് കോസ്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ കുട്ടികൾക്ക് ഇവിടെ പാർട്ട് ടൈം ജോബ് ഫെസിലിറ്റിയോ ഒരുപാട് വലിയ എക്സ്പോഷറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എബ്രോഡിൽ ബാച്ചിലേഴ്സ് ഇപ്പൊ BBA കോഴ്സ് പഠിക്കാനാണ് എന്ന് വിചാരിക്കുക, 2.6 ലക്ഷം രൂപ മുതൽ ഒരു വർഷം ട്യൂഷൻ ഫീ ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. 3.5 വർഷം അല്ലെങ്കിൽ 3 വർഷമാണ് ബാച്ചിലേഴ്സ് അവിടെ വരുന്നത്. 4 വർഷത്തെയും ബാച്ചിലേഴ്സ് ഉണ്ട്. മെയിൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് BBA, അതുകൂടാതെ തന്നെ നമ്മളുടെ ലോജിസ്റ്റിക്സ് ആൻഡ് കൊമേഴ്സ്, ഇൻഫർമാറ്റിക്സ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്, കൂടാതെ IT-യുടെ പല വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, മറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നുള്ള കുട്ടികളൊക്കെ എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, സോഷ്യൽ വർക്ക് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള കോഴ്സസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 3 വർഷം തൊട്ട് 4 വർഷം വരെയാണ് അവിടുത്തെ ഡിഗ്രി പ്രോഗ്രാം വരുന്നത്. എലിജിബിലിറ്റി മിനിമം ഒരു 55-60%. ഏറ്റവും നല്ല സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ്? മിക്ക യൂണിവേഴ്സിറ്റിയും സ്കോളർഷിപ്പ് ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോയത് സ്കോളർഷിപ്പ് അവിടെ ചെന്നിട്ട് എനിക്ക് കിട്ടി. ആകെ ചെയ്യേണ്ട കേസ്, യു നീഡ് ടു ഹാവ് എ വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓൺ വാട്ട് യു വുഡ് ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്യൂച്ചർ. എന്തോ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി ഇല്ലാത്തതാണ് എല്ലാ കുട്ടികളുടെയും ഒരു പ്രശ്നം. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് ഗൈഡൻസ് കൊടുക്കുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് ചോദിക്കുക. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഫസ്റ്റിലെ ഓക്കെ കുട്ടി എലിജിബിലിറ്റി ഇന്നതാണ്, ശരി, ഇന്ന കോഴ്സ് ഇന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് വിടുവല്ല. വാട്ട് യു വാണ്ട് ടു ഡു ഇൻ യുവർ ഫ്യൂച്ചർ? കുട്ടി അത് പറയൂ. അതനുസരിച്ച് അവരുടെ എലിജിബിലിറ്റി നോക്കുക, അവരുടെ ടാലന്റ് നോക്കുക. അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്യുക. എന്നിട്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക് പോവുക. അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. അല്ലാതെ ഒരു കുട്ടി പേരൻസിന്റെ നിർബന്ധത്തിന് വഴങ്ങി നഴ്സിംഗ് പോയി പഠിക്കുന്നു, അല്ലെ MBBS പഠിക്കുന്നു, ആ കുട്ടി അവിടെ ചെന്നിട്ട് ഇത് പഠിക്കുന്നില്ല എന്നുള്ളെങ്കിൽ ഡിഫിക്കൽറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും ട്യൂഷൻ ഫീസാ. BSc നഴ്സിംഗ്, MBBS, ഓഡന്റോളജി, ഫിസിയോതെറാപ്പി, ഇങ്ങനത്തെയും പ്രോഗ്രാംസ് ഒക്കെ തന്നെ എല്ലാ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിലും ഉണ്ട്. ഇതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആണ്. മാസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ, ഈ സെയിം പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ MBA ഉണ്ട്, നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ഇൻഫർമാറ്റിക്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അതിന്റെയും ലോജിസ്റ്റിക്സ് ആൻഡ് കൊമേഴ്സ് ഉണ്ട്. മാർക്കറ്റിംഗിൽ തന്നെ പല ഏരിയ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ്, ഓക്കെ, MBA മാർക്കറ്റിംഗ്, ആ ഹെഡിങ്ങോടുകൂടി അത് തീർന്നു. അങ്ങനല്ല. പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കേണ്ട കുട്ടികൾക്ക് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്, റോബോട്ടിക്സിന്റെ മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ സ്പെഷ്യലൈസേഷൻ എബ്രോഡ് യൂണിവേഴ്സിറ്റീസ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ പഠിപ്പിച്ച യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കിട്ടുന്നത്, സ്കോളർഷിപ്പ്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. എൻ്റെ ഡോക്ടറേറ്റും വിത്ത് ഫണ്ടിലാണ്. അപ്രോക്സിമേറ്റ്ലി എനിക്കൊന്ന് 1C ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫണ്ടിങ്. അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടിങ്ങിനെ പറ്റി കുട്ടികൾക്ക് അറിയത്തില്ല. യൂറോപ്യൻ യൂണിയൻ സ്കോളർഷിപ്പ് ആണ്. അപ്പോൾ നമുക്കൊരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ സ്കോളർഷിപ്പിനെ ഇറാസ്മസ് എന്ന് പറയും, ERASMUS. അതിന് 2 ലൈൻ താഴോട്ടുണ്ട്. ഒന്ന് ഇറാസ്മസ് പ്ലസ് സ്റ്റഡീസ്, ഒന്ന് ഇറാസ്മസ് പ്ലസ് ഇന്റേൺഷിപ്പ്. ഈ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇപ്പം ബാച്ചിലേഴ്സ് പഠിക്കാൻ അവിടെ വരുന്നു. ആദ്യത്തെ ഒരു 2 വർഷം ലെറ്റ്സ് സേ BSc നഴ്സിംഗ് പഠിക്കുന്നു, ലിത്വേനിയ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലെ യൂണിവേഴ്സിറ്റി ആയിട്ട് 2 വർഷം അവിടെ പഠിക്കുന്നു. 3-ാമത്തെ വർഷം ഒരു സെമസ്റ്റർ പഠിക്കാൻ സ്കോളർഷിപ്പോടുകൂടി വേറെ രാജ്യത്ത് പോയി പഠിക്കാൻ പറ്റും. ലെറ്റ്സ് സേ സ്വീഡനിൽ പോയി പഠിക്കാൻ പറ്റും. അവിടുന്ന് തന്നെ പോയി പഠിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു സെമസ്റ്റർ പഠിച്ചിട്ട് തിരിച്ചു വരിക. അപ്പൊ ഈ പോകുന്ന ഈ ഒരു 6 മാസത്തേക്ക് അല്ല 5 മാസത്തേക്ക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഫണ്ടിങ് തരും, സ്കോളർഷിപ്പ് തരും. 45,000 മുതൽ 60,000 രൂപ വരെയാണ് ഒരു മാസം നിങ്ങളുടെ സ്കോളർഷിപ്പ്. ഞാനൊക്കെ അങ്ങനെയാണ് ലിത്വേനിയയിൽ നിന്ന് ഫിൻലൻഡിൽ പോയി പഠിച്ചത്. സ്കോളർഷിപ്പ് കിട്ടിയേ പഠിച്ചത്. കിട്ടിയേ പഠിച്ചത്. അപ്പൊ അന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പിനെ പറ്റി ആർക്കും അറിയത്തില്ല. എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഭയങ്കരമായ ഇതൊന്നും അല്ല, അങ്ങനല്ല. ഞാൻ ലോൺ എടുത്താ പോയത്. പക്ഷെ എന്റെ ടാർഗറ്റ് എപ്പോഴും എനിക്ക് മാസ്റ്റേഴ്സ് ഫണ്ടിങ് വേണം, സ്കോളർഷിപ്പ് വേണം, ഡോക്ടറേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്തോ ചെയ്യണം എന്നുള്ളതിനെ പറ്റി. അപ്പൊ വിത്ത് ഫണ്ടിങ് ഉണ്ട്. അപ്പൊ അതാണ് എറാസ്മസ് പ്ലസ് സ്റ്റഡീസ്.